ദ ഫാം സ്റ്റോറി ഗാർഡൻ സെൻറ്റർ ആൻഡ് വെൽനസ് സ്റ്റോർ. അവരുടെ ഫാം സ്റ്റോറിയുടെ സ്റ്റോറി എടുക്കാനാണ് ഇന്ന് നമ്മൾ വരുന്നത്. ഫാം സ്റ്റോറിയാണ്. ഓക്കെ, ഫാം സ്റ്റോറി മാംഗോ ഫെസ്റ്റ് നടക്കുകയാണ്. ഫാം സ്റ്റോറി, അതുകൊണ്ട് ഞാനത് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഫാം സ്റ്റോറിയെ കുറിച്ച്. നീണ്ടകര പഞ്ചായത്തിലാണെങ്കിലും തെക്കുംഭാഗം പഞ്ചായത്തിൻ്റെ അതിർത്തിയിലാണ് ഫാം സ്റ്റോറി. ഇന്ന് ഉദ്ഘാടനമാണ്, മാംഗോ ഫെസ്റ്റ് എന്ന ഉദ്ഘാടനം. നമുക്ക് നോക്കാം, അകത്തോട്ട് കയറി നോക്കാം. ശ്രീമതി ബ്ലേസി ജോർജ് സംസ്ഥാന കർഷക തിലകം അവാർഡ് ജേതാവ്. 2021-22 കർഷക ജേതാവ് സംസ്ഥാന കർഷക തിലകമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീമതി ബ്ലേസി ജോർജാണ്. ഞങ്ങളുടെ നാട്ടുകാരിയാണ്. അതുകൊണ്ട് പുള്ളിക്കാരത്തി ചുമന്ന സാരിയൊക്കെ എടുത്ത് ഒക്കെ കൊടുക്കുന്നുണ്ട്. സംസാരിക്കണം. അങ്ങനെ മാംഗോ ഫെസ്റ്റ് നടക്കാൻ ഉദ്ഘാടനമാണ്. ഉദ്ഘാടനം നമ്മുടെ MLA സുജിത് വിജയൻ പിള്ളയാണ്. അതിൻ്റെ മുഖ്യ പ്രചാരകനും അതായത് ഇത് നടത്തിപ്പുകാരനുമൊക്കെയാണ് നമ്മുടെ രാജമോഹൻ സാറാണ്. രാജമോഹൻ സാറ്, പിന്നെ രാജ് കലേഷ് ഉണ്ട്. രാജ് കലേഷാണ് മുഖ്യ. അങ്ങനെ വിവിധ സാമൂഹിക സാംസ്കാരിക തലങ്ങളിലുള്ളവരൊക്കെയും വളരെ സുഹൃത്ത് വലയങ്ങളുള്ളവരും നാട്ടുകാരുമൊക്കെ ചേർന്നാണ് ഉദ്ഘാടനത്തിനായിട്ട് എല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ട്. വിജയപിള്ളയും സുജിത് വിജയപിള്ളയും സ്ഥലത്തുണ്ട്. അപ്പോൾ ഉദ്ഘാടനത്തിനായിട്ടുള്ള തയ്യാറെടുപ്പാണ്. ഉദ്ഘാടനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അങ്ങനെ ഉദ്ഘാടനം കഴിഞ്ഞ് അവർ എല്ലാം കാണുകയാണ്. മാങ്ങയൊക്കെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും വിവിധ അവരുടെ ഓൺ ഫാം തന്നെയുണ്ട്. പാലക്കാടുള്ള അവരുടെ ഫാം സ്റ്റോറിയുടെ ഫാമിൽ നിന്ന് അവരുടെ മാമ്പഴത്തോട്ടത്തിൽ നിന്ന് കൊണ്ടുവന്ന 50ഓളവും ഇനങ്ങളിലുള്ള മാങ്ങയും പിന്നെ മറ്റ് വിവിധ പ്രദേശങ്ങളിൽ നിന്ന് മറ്റ് സുഹൃത്തുക്കളും മറ്റ് അഭ്യുതകാംക്ഷികളുമൊക്കെ നൽകപ്പെട്ട മാങ്ങയും ഒക്കെയുണ്ട്. എല്ലാം പ്രദർശനത്തിന് വെച്ച 76ഓളം ഇനങ്ങൾ ആണ് ഇവിടെ പ്രദർശനത്തിന് വെച്ചിട്ടുള്ളത്. ഞങ്ങളുടെ ചവറ തെക്കുംഭാഗം സ്വദേശിയാണ് ബ്ലേസി ജോർജ്. നീണ്ടകര പഞ്ചായത്തിനും തെക്കുംഭാഗം പഞ്ചായത്തിനും ബോർഡറിൽ ഒരു ഫാം സ്റ്റോറിയുടെ വലിയ സ്റ്റോറും പ്രദർശന ഹാളും എല്ലാം ഉണ്ട്. നിങ്ങൾക്ക് ഏവർക്കും വന്ന് സന്ദർശിക്കാവുന്നതാണ്. ഈ മെയ് മാസം 7-ാം തീയതി വരെ ഇവിടെ 7-ാം തീയതി വരെ പ്രദർശനം ഉണ്ടായിരിക്കും, വിൽപ്പനയും ഉണ്ടായിരിക്കും. നമുക്ക് സുജിത് വിജയൻ പിള്ള എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ നാടിൻ്റെ ഒരു സംസ്കാരം പഴുത്ത മാമ്പഴത്തിനോടാണ്. പിന്നെ പച്ചമാങ്ങ കറികളിൽ ഉപയോഗിച്ച് മാമ്പഴം നമ്മളോട് ജീവിതത്തോട് നമ്മുടെ ആഹാരത്തിൻ്റെ സംസ്കാരത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് വളരെ ഇഷ്ടമാണ്. എല്ലാ വർഷവും സമർപ്പിക്കുന്നതാണ്. അതായത് പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഇത് പാലക്കാട് നിന്ന് പല സ്ഥലത്തു നിന്ന് കളക്ട് ചെയ്ത് നമ്മുടെ ഈ ഗ്രാമത്തിൽ എത്തിച്ച് മാംഗോ ഫെസ്റ്റ് നടത്തുക എന്ന് പറയുന്ന ഒരു പ്രത്യേകതയുണ്ട്. സാധാരണ നഗരപ്രദേശങ്ങളിലാണ് എപ്പോഴും മാംഗോ ഫെസ്റ്റ് വരാറ്. അല്ല, അത് ഞങ്ങളുടെ നാടിൻ്റെ ഒരു തിലകമാണ് ബ്ലേസി ജോർജ്. കേരളത്തിലെ കർഷക തിലകം അവാർഡ് ജേതാവാണ്. ഞങ്ങളുടെ നാടിൻ്റെ ഒരു പ്രശ്നം, ഞങ്ങളുടെ എല്ലാം മനസ്സിൽ കൃഷി ചെയ്യുന്ന സംസ്കാരമുണ്ടെങ്കിലും അതിന് യോജിച്ച ഒരു സ്ഥലമില്ല, സ്ഥലപരിമിതിയുണ്ട്. ഇവിടെ തന്നെ ഏതാണ്ട് തിങ്ങിപ്പാർക്കുന്ന ദിനമാണല്ലോ. കോസ്റ്റൽ ഏരിയ എന്ന് പറയുമ്പോൾ ഏതാണ്ട് 3025ഓളം ആൾക്കാരാണ് 1 സ്ക്വയർ കിലോമീറ്റർ താമസിക്കുന്നത്. ഇവിടെ കൃഷിക്ക് ആവശ്യമായ സ്ഥലമില്ലാത്തതിനാൽ ആ സ്ഥലം പോയി കണ്ടിട്ട് ചെയ്യുക. പാലക്കാടിൻ്റെ വിദൂരമായിട്ട് ചിറ്റൂർ പ്രദേശത്ത് അവിടെ പോയിട്ട് സ്ഥലം അനുയോജ്യമായി കണ്ടെത്തി അവിടെ കൃഷി ചെയ്തിട്ട് വിജയിപ്പിച്ച ഒരു നമുക്ക് ഒരു മാതൃകയാണ് ബ്ലേസി ചേച്ചിയുള്ളത്. അത് ഇവിടെ നമ്മൾ മാങ്ങ തന്നെ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ വിവിധ ഇനം മാങ്ങ, അതായത് ഡിമാൻഡുള്ള മാങ്ങകളുണ്ട്. അൽഫോൺസ്, എന്നൊക്കെ പറഞ്ഞത് മൊത്ത കച്ചവടക്കാർ മുഴുവനായിട്ടൊന്ന് വാങ്ങിക്കും. പക്ഷേ ഇവിടെ ഡിസ്പ്ലേ അതല്ല ഉള്ളത്. ഏതാണ്ട് 50-ന് മുകളിൽ വെറൈറ്റി ഓഫ് മാങ്ങകളുണ്ട്.
6 ടൈപ്പ്. ഇതിൽ ചിലതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ റെയറായിട്ട് അന്യം നിന്ന് പോകാൻ സാധ്യത ഉണ്ടായിരുന്ന അതിനെയൊക്കെ വീണ്ടും എടുത്ത് നമുക്ക് പരിചയപ്പെടുത്തുകയാണ്. ഡിസ്പ്ലേയും ഉണ്ട്, ടേസ്റ്റ് ചെയ്ത് നോക്കാം. കർപ്പൂരത്തിൻ്റെ ടേസ്റ്റ് ഉള്ളതുണ്ട്, പല പേരക്കയുടെ ടേസ്റ്റ് ഉള്ളതുണ്ട്. അങ്ങനെ പല രീതിയിലുള്ള മാങ്ങകളാണ്. അതൊരു പാഷൻ്റെ ഭാഗമായിട്ട് കർഷിക സ്ഥലത്തോളം സ്നേഹിക്കുന്നത് കൊണ്ടാണ്. വീട്ടിൽ ചെന്ന് നോക്കിയാലും അത്യാവശ്യം ഉള്ള സ്ഥലത്ത് പരമാവധി കൃഷിയാണ് ചെയ്തിരിക്കുന്നത്. വ്യത്യസ്തമായിട്ടുള്ള വൈവിധ്യം നിറഞ്ഞ കൃഷിയാണ്. എല്ലാ പൊതുജനങ്ങൾക്ക് അറിയപ്പെടേണ്ട കാര്യമാണ്. പ്രത്യേകിച്ചും പുതുതലമുറ ഏറ്റെടുക്കേണ്ട ഒരു കർത്തവ്യമാണ്. എങ്ങനെയാണ് മാമ്പഴം രുചിക്കേണ്ടത് അത് പറഞ്ഞു. മാമ്പഴം അതെങ്ങനെ വേണമെങ്കിലും തിന്നാം. നാട്ടുമാങ്ങ നമ്മൾ കടിച്ചുകൂറി തിന്നുമ്പോഴാണ് അതിൻ്റെ ഏറ്റവും ടേസ്റ്റ് കിട്ടുന്നത്. നമ്മളിപ്പോൾ കർപ്പൂര മാങ്ങയാണെങ്കിൽ അത് ചെത്തി പൂളി തിന്നുമ്പോഴാണ് അതിൻ്റെ ഒരു മണവും ഫ്ലേവറും കിട്ടുന്നത്. അങ്ങനെ ഏത് തരത്തിൽ വേണമെങ്കിലും മാമ്പഴം കഴിക്കാം. ഇനിയിപ്പോൾ മാങ്ങാത്തേര ഉണ്ടാക്കി വീണ് പോകുന്ന മാങ്ങ മറ്റേ ഈ പനപ്പായിൽ ഉരച്ചിട്ട് മാങ്ങാത്തേര ഉണ്ടാക്കുന്നതിൻ്റെ സ്വാദൊന്നും ഇപ്പോഴത്തെ കുട്ടികൾക്ക് അറിയുമെന്ന് എനിക്കറിഞ്ഞൂടാ. എന്തായാലും ഒരു നന്ദി പറയേണ്ടത് ബ്ലേസി ജോർജ് എന്ന് പറയുന്ന ഈ കർഷകയോടാണ്. ശരിക്കും വെയിലത്തിറങ്ങാൻ പാടില്ല എന്ന് ഡോക്ടർ പറഞ്ഞ ആളാണ്. എരുത്തേൻപതിയിലെ നല്ല ചൂടത്ത് നല്ല വെയിലത്ത് ഓടി കളിച്ച് നടക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ എല്ലാം മറന്നുകൊണ്ട് ഒരു ക്യാൻസർ സർവൈവറും കൂടിയാണ്. അപ്പോൾ അതിൻ്റെ ഇതെല്ലാം മറന്നുകൊണ്ട് വെയിലത്ത്, ആ പൊരി വെയിലത്ത് നല്ല ചൂടത്ത്, ഇപ്പോൾ 40 മേലിലുണ്ട് അവിടുത്തെ എരുത്തേൻപതിയിലെ ചൂടെന്ന് പറയുന്നത്. ആ ചൂടത്ത് നല്ല വെയിലത്ത് ഓടി കളിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഈ കൃഷിയെ സ്നേഹിക്കുന്നതുകൊണ്ട് മാത്രമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ മനസ്സിലെ സന്തോഷം, ഇത്രയും ഫലങ്ങൾ കായ്ക്കുമ്പോൾ. എരുത്തേൻപതിയിലെ തോട്ടത്തിൽ ഞാൻ പോയിട്ടുണ്ട്, 2 തവണ അവിടുത്തെ മാമ്പഴ ഫെസ്റ്റിവലിന് പോയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും വീണ്ടും വിളിക്കുമ്പോൾ ഇങ്ങോട്ട് ഓടി വരാനുള്ള കാരണം ഇവരുടെ ഒരു ഊർജ്ജമാണ്. അത് പുതു തലമുറയ്ക്കൊരു മാതൃകയാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കാം. എന്തുകൊണ്ടാണ് ഈ മാംഗോ ഫെസ്റ്റ്? മാംഗോ ഫെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തനത് വെറൈറ്റികൾ, അതായത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് മാവുകളുണ്ട്. അപ്പോൾ അത് കണ്ടെടുത്തുകൊണ്ട് ഇപ്പം നമ്മളതാണ് ചെയ്യുന്നത്. പിന്നെ ഇത്രയും വെറൈറ്റികൾ ഈ ഗ്രാമപ്രദേശത്ത് നമ്മൾ കൊണ്ടുവന്നിട്ട് എല്ലാവരെയും കാണുക, അത് കഴിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇപ്പോൾ അത് വലിയൊരു ടാസ്ക് തന്നെയാണ്. അപ്പോൾ അത് നമ്മൾ അത്ര കഷ്ടപ്പെട്ടത് കൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ 4ാമത്തെ വർഷമാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ അത് വെറുതെ ഒരു കാര്യമല്ല ചെയ്യുന്നത്, അതിനകത്ത് ഒത്തിരി കഷ്ടപ്പാടുമുണ്ട്. പക്ഷേ അത് സന്തോഷം കൊണ്ട് ചെയ്യുന്നത്. അപ്പോൾ ഓരോരുത്തരുടെ ഒരേ വാക്കുകൾ കേൾക്കുമ്പം തന്നെ 3ാമത്തെ വർഷം ഞങ്ങളുടെ കൂടെ വരുന്നത്. അപ്പം സാറ് തന്നെ ആയാലും അതുപോലെയാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സന്തോഷമുണ്ട്. കഷ്ടപ്പെട്ടാലും സന്തോഷമുണ്ട്. ബഹുമാനപ്പെട്ട അധ്യക്ഷന്മാർ, ബഹുമാനപ്പെട്ട MLA, പ്രിയജിയിലിരിക്കുന്ന എല്ലാവരും, ഇതൊരു ഇപ്പോൾ 4ാമത്തെ വർഷത്തെയാണ് നമ്മൾ ഈ മാംഗോ ഫെസ്റ്റ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ബ്ലേസി ചേച്ചി നേരത്തെ ഇവിടെ നമ്മൾക്ക് അത്ര പരിചിതമല്ലാത്ത ഒരു കാര്യമാണ് ഇങ്ങനെ ഒരു കാർഷിക വൃത്തിയിൽ അധിഷ്ഠിതമായിട്ടൊരു ഫെസ്റ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ഈ സമൂഹത്തിൽ അങ്ങനെ അധികം കണ്ടുവരാറില്ല. അതിൽ തന്നെ പഴുത്ത മാങ്ങകൾ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് അപൂർവമായിരുന്നു. അതിൻ്റെ വ്യത്യസ്തത കൊണ്ട് ഒരുപാട് ഇനങ്ങളുണ്ട്. നമ്മളൊന്നും ജീവിതത്തിൽ ചിന്തിച്ചിട്ടില്ലാത്ത പോലെ പല വെറൈറ്റിയിലുള്ളതുകൊണ്ട് അതിൻ്റെ മണവും രുചിയുമെല്ലാം ഒന്നിൽ വ്യത്യസ്തമായിട്ടുള്ളതാണ്. ഏതാണ്ട് 76ഓളം ഐറ്റമുണ്ട്, വ്യത്യസ്ത ഇനങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം കാണാനും അതിൻ്റെ ഉൽപ്പന്നങ്ങളും ഇവിടെ തന്നെ ഫാം സ്റ്റോറി എന്ന് പറയുന്ന ഈ സ്ഥാപനത്തിൽ തന്നെ ഉൽപ്പാദിപ്പിച്ച പല ഉൽപ്പന്നങ്ങളും ഇന്നിവിടെ പ്രദർശനത്തിൻ്റെയും വിൽപ്പനയുടെയും ഭാഗമായി വെച്ചിരിക്കുകയാണ്. ഇവിടെ പ്രധാന പ്രശ്നം ഇതൊരു പാഷൻ എന്നുള്ള രീതിയിൽ ജോർജേട്ടൻ്റെ ഒരു മികച്ച പിന്തുണയോടുകൂടി തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ കർമ്മശേഷിയിൽ നിന്നുണ്ടായ ഒരു മൂലധനം ഉണ്ടായാൽ മാത്രമേ നമ്മുടെ കൃഷിക്ക് താല്പര്യത്തോടുകൂടി കൂടുതൽ ആൾക്കാർ വരികയുള്ളൂ. കഴിഞ്ഞ ദിവസം ഞാനൊരു സ്റ്റോറി കണ്ടിരുന്നു. ഇപ്പം ബ്ലോഗേഴ്സിൻ്റെ കാലമാണല്ലോ. അപ്പം അങ്ങനെയുള്ള ഒരു സ്റ്റോറിയാണ്. അതൊരു 2014 ബാംഗ്ലൂരിൽ IT കമ്പനിയിൽ സാമാന്യം നല്ല ശമ്പളത്തോട് ജോലി ചെയ്തിരുന്ന ഒരു IT സോഫ്റ്റ്വെയർ എഞ്ചിനീയർ പെട്ടെന്ന് അദ്ദേഹം ഒരു സിനിമ കണ്ട് ആകർഷണനായെന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അതായത് മോഹൻലാലിൻ്റെ ഒരു സിനിമയുടെ പേര് ഞാൻ പറഞ്ഞു, ഒരു കർഷകനായിട്ടുള്ളൊരു സിനിമ, ഇവിടം സ്വർഗമാണ് എന്നൊരു സിനിമ. അപ്പം അത് കണ്ടിട്ട് ആകർഷകനായിട്ട് അദ്ദേഹം കാർഷിക വൃത്തിയിലേക്ക് മാറുകയാണ്. തമിഴ്നാട്ടിൽ ഹൊസൂർ എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിൽ ഏതാണ്ട്
50 ഏക്കർ വാങ്ങിച്ചു തുടങ്ങിയ ഒരു സെറ്റപ്പ് അത് ഏതാണ്ട് 500 ഏക്കറായിട്ട് മാറുകയാണ്. അവിടെയും കൃഷി ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ട് വലിയൊരു ഫാം ടൂറിസം തന്നെ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു വലിയൊരു ഉത്തേജകം നൽകുന്ന രീതിയിലുള്ള ഒരു കൃഷി സമ്പ്രദായം. ഇവിടെയും ഇത് തന്നെയാണ്. ഇവിടെ സ്ഥലമില്ലാന്ന് കണ്ടപ്പം ലേസി അവർകൾ അത് അവിടെ പോയി, പാലക്കാട് പോയി, ഈ കാലാവസ്ഥയും എല്ലാം അനുയോജ്യമായ ഒരു സ്ഥലത്ത് പോയി സ്ഥലം കണ്ടെത്തി അവിടെ പോയി താമസിച്ചുകൊണ്ട് തന്നെ കൃഷി വികസിപ്പിച്ചു. അവിടെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ഞാൻ പറഞ്ഞിരുന്നു അവിടെ പോയി ഒന്ന് കാണണമെന്നുണ്ട്, അവിടെ നിന്ന് വന്നിട്ട് ആ സ്ഥലമൊക്കെ ഒന്ന് കാണാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞതെങ്കിലും ഇതിനിടയ്ക്കുള്ള സമയം കണ്ടെത്താൻ സാധിച്ചില്ല. ഈ വർഷം അടുത്ത ഫെസ്റ്റിന് മുമ്പെങ്കിലും തീർച്ചയായിട്ടും ആ ഒരു ഫാം ഒന്ന് പോയി കാണണമെന്നുണ്ട്. അപ്പം അവിടെ നിരവധിയായിട്ടുള്ള ഇങ്ങനെയുള്ള പാലക്കാടിനെ കുറിച്ച് അറിയാമല്ലോ, അവിടെ നല്ല കാർഷിക സംസ്കാരമുള്ള ഒരു സ്ഥലം തന്നെയാണ്. ഇതുപോലെ വൈവിധ്യം നിറഞ്ഞ ഒരുപാട് കൃഷികൾ ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു സ്ഥലം തന്നെയാണ്. അപ്പം നമ്മൾക്ക് അവിടേക്ക് പോയിട്ട് കണ്ടിട്ട് നമ്മളെ കൊണ്ട് സാറേ 2 വാക്ക് സംസാരിക്കുകയും കൂടെ വേണം. തൊട്ടടുത്ത കൃഷിഭവനിൽ ഞാൻ വടകരപ്പതിയിലെ കൃഷി ഓഫീസറായിരുന്നു, പാലക്കാട് ജില്ലയിൽ തന്നെ. അപ്പം കലേഷ് പറഞ്ഞ അക്ഷരം പ്രതി ശരിയാണ്. ഇത്ര പ്രതികൂലമായ ഒരു കാലാവസ്ഥയിൽ ആ മാവ് നട്ടു വളർത്തി ലോകത്തുള്ള മാവിൻ്റെ എല്ലാ ഇനങ്ങളും ഉണ്ട്. ഞാനിതൊരു പ്രോഗ്രാമായിട്ട് ദൂരദർശനിൽ അവതരിപ്പിക്കുകയും ചെയ്തു. എല്ലാ വെറൈറ്റി കിട്ടാവുന്നത്ര വെറൈറ്റി അവിടെ കൃഷി ചെയ്തു. അവിടുത്തെ നാട്ടുകാർ, മുതലമടയാണല്ലോ കേരളത്തിൻ്റെ മാംഗോ ഹബ്ബ് എന്ന് പറയുന്നത്. പക്ഷേ അവിടെ പോലും ഇല്ലാത്ത മാവുകളാണ് നമ്മുടെ ഏതൻ എന്ന് പറയുന്ന ഫാമിൽ, അവിടുത്തെ എരുതിയമ്പതിയിലെ ഫാമിൽ ബ്ലേസി ജോർജ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതും നമുക്ക് അതിശയം തോന്നുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ബ്ലേസി സൂചിപ്പിച്ചു. ഒരുപാട് ആരോഗ്യ പ്രശ്നം ഉള്ള ഒരാൾ, ഒരു പുരുഷന് പോലും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ള തൊഴിലാളികളുടെ ഒപ്പം അവർ എന്തൊക്കെ ചെയ്യുന്നു ആ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന, നമ്മൾ പറഞ്ഞ തൊഴിലുറപ്പ് തൊഴിലാളികളെക്കാൾ താഴെ നിന്നുകൊണ്ട് ജോലി ചെയ്യുന്ന ബ്ലേസിയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. നിങ്ങൾ ഈ കാണുന്ന സാരിയും മറ്റ് വേഷവിധാനവും ഒന്നും ഇല്ലാതെ വെറും ഒരു കൂലിപ്പണി, ഇതാണോ ബ്ലേസി എന്ന് സംശയം തോന്നുന്ന രീതിയിലാണ്. അതേപോലെ തന്നെ ഇവിടുത്തെ ഫാമിലും ഇവിടെ ഒരു 5 ഏക്കറിലുണ്ട്. ലോകത്തുള്ള മുഴുവൻ ഫ്രൂട്ട് പ്ലാന്റ്സും ഒരു കൃഷി ഓഫീസറായ ഞാൻ പോലും ഞാൻ കണ്ടിട്ടില്ല, പലതും എനിക്കറിയില്ല. വിദേശ ഫ്രൂട്ട് പ്ലാന്റുകളുടെ ഒരു വലിയ ശേഖരം. നിങ്ങൾ ആരും സന്ദർശിച്ചിട്ടില്ലെങ്കിൽ തൊട്ടടുത്തുള്ള ബ്ലേസിയുടെ വീട്ടിലൊന്ന് പോയി കാണണം. ഇവിടുത്തെ ഫാം ലോകത്തെ വിവിധ ഫ്രൂട്ട് പ്ലാന്റ്സുകൾ വളരെ ഭംഗിയായിട്ട് നട്ടുപരിപാലിച്ച് വളർത്തുന്നുണ്ട്. അതുകൂടാതെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ചെറിയ വെച്ചൂർ പശു പോലെയുള്ള പശുക്കളെ വളർത്തുന്നുണ്ട്. അതുപോലെ തന്നെ പച്ചക്കറി വളർത്തുന്നുണ്ട്, പച്ചക്കറി കൃഷിയുണ്ട്. കഴിയുന്നത്ര രീതിയിൽ ഇവിടെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ ഒരു എന്താ പറയുക, ഫിനാൻഷ്യൽ അച്ചീവ്മെൻ്റ് ഒന്നും ഇതിനകത്തില്ല. ഒരു കാർഷിക പ്രവർത്തകൻ എന്ന നിലയ്ക്ക് എനിക്കറിയാം ഇതിൻ്റെ ലാഭനഷ്ടങ്ങൾ. ഒട്ടും പ്രോഫിറ്റ് ഇല്ലാത്തൊരു പണിയാണ്. ഞാൻ ബ്ലേസോട് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞില്ലായിരുന്നു, എനിക്ക് 10 പേർക്ക് തൊഴിൽ കൊടുക്കാൻ കഴിഞ്ഞല്ലോ, അതാണ് എൻ്റെ ഒരു വിജയമെന്ന്. ഒരുപാട് പേര് ആ 2 ഫാമിലും ഒരുപാട് തൊഴിലാളികൾ അവർ അരി വാങ്ങിക്കുന്നത് ഈ തൊഴിൽ ചെയ്തുകൊണ്ടാണ്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പ്രോഫിറ്റ് എന്നാണ് ബ്ലേസി പറഞ്ഞത്. അതിന് പിന്തുണ നൽകുന്ന ജോർജ് സാറും ഒരു ബിഗ് സല്യൂട്ട് 2 പേർക്കും അത്രമാത്രം. അതുപോലെ തന്നെ എനിക്ക് എന്നെ അതിരിച്ച് എൻ്റെ നന്ദിയും കടപ്പാടും അറിയിച്ചു കൊടുക്കും. അഭിനയിക്കാനുള്ള ഒരു അവസരവും ആണെങ്കിൽ പോലും അത് സമൂഹത്തിന് കൂടി ഗുണപ്രദമാകുന്ന നിലയിൽ ബ്ലെസ്സി ജോർജിൻ്റെ ഈ രംഗത്തെ പ്രവർത്തനം സമൂഹം ഏറ്റെടുത്തുകൊണ്ട് സമൂഹത്തെ സംരക്ഷിക്കുവാനും ഭാവി തലമുറയെ സംരക്ഷിക്കാനും ഉതകുന്ന നിലയിലേക്കുള്ള ഒരു മഹത് കർമ്മമാണ് ശ്രീ ബ്ലെസ്സി ജോർജ് നൽകുന്നതെന്നുള്ള ഒരു സന്ദേശം നമ്മളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ യോഗത്തിൽ പങ്കെടുത്തിരിക്കുന്ന മുഴുവൻ പേരെയും അഭിവാദ്യം ചെയ്യുന്നു. പ്രത്യേകിച്ചും ബ്ലെസ്സി ജോർജിനെയും അതിന് പ്രചോദനമായി പ്രവർത്തിക്കുന്ന ശ്രീ ജോർജിനെയും അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ അവസാനിക്കും. താങ്ക് യു മനോജ് സാർ. സന്തോഷങ്ങളാണ് നേടാൻ കഴിഞ്ഞത്. ഇവിടെ തൊട്ട് എൻ്റെ സൈഡ് മുതൽ തറന്നതായിരുന്നു. ഒരു സമയത്ത് ഇങ്ങനെയൊന്നും എത്തുമെന്ന് കരുതിയില്ല. പക്ഷെ കൃഷിയിലേക്ക് ഇറങ്ങി തിരിച്ചപ്പോൾ എന്നെ ചേർത്തണയ്ക്കാൻ ഒരുപാട് കരങ്ങളാണ് എത്തിയത്. എനിക്ക് പറയാനുള്ളത്, നമുക്ക് ഒരു ശകല മണ്ണാണെങ്കിൽ പോലും ഒരു പച്ചക്കറിയെങ്കിലും നടാൻ കഴിയണം. നമ്മുടെ വീട്ടിൽ ഒരു മുളകെങ്കിലും പറിച്ചെടുക്കാൻ കഴിയണം.
ആ കാലഘട്ടത്തിലേക്ക് തിരിച്ചു വരണം എല്ലാവരും, പഴയ തലമുറയ്ക്ക്. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും ആ ഒരു ഇതിലേക്ക് എൻ്റെ നന്ദി. ഇവിടെ എന്നെ ക്ഷണിച്ചതിനും ഈ ഒരു അവാർഡ് വാങ്ങാൻ കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ചേച്ചി പറഞ്ഞ കണക്ക് ഒരു പച്ചമുളക് നമ്മുടെ പ്രാധാന്യം അദ്ദേഹം ജീവിതത്തിൽ കൃഷിക്ക് കൊടുക്കുന്നത്. രണ്ടാമത് സഹായിക്കാറില്ല. പക്ഷേ ഒരു ഓൾമോസ്റ്റ് 95% മൂപ്പോടുകൂടി പറിച്ചു കൊണ്ടുവന്നിരിക്കുന്ന മാങ്ങകളാകുമ്പോൾ തീർച്ചയായിട്ടും ഓരോ ഇനങ്ങളുടെയും ആ തനത് സ്വാദ് അറിഞ്ഞു കഴിക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും. അപ്പോൾ 7-ാം തീയതി വരെ പ്രോഗ്രാം ജി വേണ്ടതാണ്. ഇവിടുത്തെ അംഗങ്ങളായ അനിൽകുമാർ, ഗിരീഷ് കുമാർ, ശിവശങ്കരക്കുറുപ്പ് എന്നിവർ നെൽകൃഷിയിൽ മികവ് തെളിയിച്ചവരാണ്. ലോകം മൊത്തം കൈരളി ടിവിയിലൂടെ കാഴ്ചകൾ കാണിക്കുകയും വാർത്തകൾ അറിയിക്കുകയും ചെയ്യുന്ന നമുക്ക് നമ്മുടെ വീട്ടിൽ ആൾക്കാർ കാണട്ടെ. താങ്ക് യു. അടുത്തത് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്താണ് 2 വർഷം അങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞ് കോവിഡ് വന്ന സമയത്താണ് നമ്മൾ ഈ മാങ്ങ സ്വന്തമായിട്ട് വിൽക്കാനായിട്ട് കൃഷി ഉദ്യോഗസ്ഥർ തന്നെ നമ്മളെ സഹായിച്ചത്. നമ്മൾ സ്വന്തമായിട്ട് തന്നെ മാർക്കറ്റ്. വീഡിയോയുടെ അഭിപ്രായമൊക്കെ അറിയിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ